ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 6 മണി 6:30 ആയിട്ടുണ്ടല്ലേ. കുറേ നാൾക്ക് ശേഷമാണ് സുഹൃത്തുക്കളെ രാവിലെ എണീക്കുന്നത്. ഇന്ന് നമ്മൾ മൃദുലയുടെ വീട്ടിലാണ്. അപ്പോൾ മൃദുലയ്ക്ക് ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ 6 മാസം ആവാൻ പറ്റില്ല, 7 മാസം ആവാൻ വേണ്ടി. സമയമൊക്കെ എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത്. അപ്പം ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ മൃദുലയ്ക്ക് 7 മാസം തുടങ്ങിയാണ്. അപ്പോൾ ഈ മാസം തന്നെയാണ് നമുക്ക് വളകാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അമ്പലങ്ങളിലൊക്കെ പോകണം കേട്ടോ. മൃദുലയ്ക്ക് ഇവിടെ കുറച്ച് നേർച്ച മീൻസ് ഇവിടെ അവളെ വീടിൻ്റെ അടുത്ത് കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറക്കം എണീറ്റിട്ട് ഇത് ശീലം ഇല്ലാത്തതാണ്. ഇത് രാവിലെ 6:30 രാത്രി ഒരുപാട് ലേറ്റായി. എന്ത് വെച്ച് ലേറ്റ് ആയത്? അത് ചവിട്ടാ, അതെങ്ങനെ ഉറങ്ങുന്നത്? ലേറ്റ് ഉറങ്ങി, അത് ഉറങ്ങിയതേ ഇല്ല. പക്ഷെ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഇന്ന് മൃദുലയുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് ഒരു പാണ്ഡവംപാറ എന്ന് പറയുന്നൊരു മലയുടെ മുകളിലൊരു അമ്പലമുണ്ട് കേട്ടോ. ഇവിടെ കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ രാവിലെ അവിടെ പോയി തൊഴുവാൻ വേണ്ടി പോവാണ്. നേരെ നമുക്ക് പാണ്ഡവംപാറയിലോട്ട് പോവാം. വിവരിക്കും മൃദുലയുടെ എവിടെ പോടാ. അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ ഉണ്ട് കേട്ടോ. നൈസ് നൈസ് നൈസ്. അപ്പം നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാ കേട്ടോ. മൃദുലയുടെ അമ്മയുടെ ചുരിദാറാട്ടോ. അവളെ ഒന്നും അവൾക്കിപ്പോൾ പാകമാവുന്നില്ല, ഓരോ ദിവസം കഴിയും തോറും. കൊള്ളാം രസമുണ്ട്. ഞാൻ ഇന്ന് നീലയും വെള്ളയും കൈസ്, പിന്നെ മുണ്ടും. തണുപ്പ് ഇവിടുത്തെ വെള്ളത്തിന്, അതുപോലെ ഭയങ്കര തണുപ്പാണ് കൈസ് ഇവിടുത്തെ വെള്ളത്തിന്. പോകാം. ഇതിന്റെ മോണാണോ ഇവിടെ അടുത്തുള്ള ആള് പോയിട്ട് എത്ര നാളെന്ന് പറഞ്ഞ 10 വർഷം 10 വർഷമൊക്കെ ആയെന്ന് പറയുന്നത്. വീടിന്റെ അടുത്ത് കിടക്കുന്ന അമ്പലത്തിൽ പോയിട്ട് പണ്ട് ഞങ്ങൾ വീട്ടിൽ നിങ്ങൾ നടക്കായിരുന്നു. ഈ നല്ല ദൂരം ഉണ്ട് അത്യാവശ്യം. അവിടെ നിന്ന് കുറച്ച് വരാനുണ്ട്. ഓ ഗൈസ്, കോട നോക്കി ഗൈസ്. എവിടെ രക്ഷയൊക്കെ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ബ്യൂട്ടി. സൂപ്പറാണോ ചേട്ടാ? വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തേട്ടാ. ഇനി നടന്നേ പറ്റും, വണ്ടിയില്ല. അയ്യോ നടക്കണോ അല്ലേ രാവിലെ? 1 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടേ. ഇതിനകത്ത് പടിയാണോ ഫുള്ള്? പടിയില്ല. അതുപോലെ അയക്കുന്നു കൈസ്. ഇപ്പോഴേ 10 ഓടി കയറിയതേ ഉള്ളൂ. അയച്ചോണ്ടല്ലേ ഞാൻ പറയുന്നത്. മുതുക്ക് തേരി കേട്ടാ, ഒരു രക്ഷയില്ലാത്ത തേരി. ഇവിടെ പലർക്കും സ്പീഡ് കുറയുന്നു. കേറി വാ. ആണോ? പണ്ട് ചുമ്മാ ഇതിലേക്ക് ഓടുവായിരുന്നു. മൃദുലയുടെ 2 പേരുണ്ട് ഇല്ലേ? അതുകൊണ്ടല്ലേ? അതുകൊണ്ടാ. ഒരാളെ ഉള്ളായിരുന്നെങ്കിൽ നമ്മൾ ഓടി കയറിയതേ. റേഞ്ചും പോയി, സ്റ്റെപ്പും തീർന്നു. അവിടെ ഉണ്ടോന്ന് അറിയാൻ വയ്യ. നമ്മളിപ്പോ ഒരു 300-200 മീറ്റർ കയറിയുള്ളൂ തോന്നുന്നു. കുറച്ച് അല്ല അത്രേ ഉള്ളു. ഇത് സ്റ്റെപ്പ് കൂടെ ആയതുകൊണ്ട് ഇനി പെട്ടെന്ന് പോകും. പക്ഷെ നടക്കണം. ഇവിടെ വീടുണ്ട് ഗൈസ്. ഇവരെ സമ്മതിക്കണം കേട്ടാ. അല്ല അവർക്ക് ശീലമായി കാണും. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്, സാധനം വാങ്ങാനൊക്കെ താഴെ പോയിട്ട് ഇത്രയും തേരി കയറി മേരി വരണ്ടേ. അതാ സാധനം ചുമന്നോണ്ട് പറഞ്ഞേ, വണ്ടിയും വരുന്നില്ല. അയ്യോ, അവർക്ക് വേറെ എക്സസൈസിന് ഒന്നും ആവശ്യമില്ല. രാവിലെയും വൈകിട്ട് 2 വട്ടം കയറി മതി. ഇനി വേണേ റെസ്റ്റ് എടുക്കാം കേട്ടാ. ഒറ്റ സ്ട്രെച്ചിന് കയറണ്ട. അവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടാ. രാവിലെ വന്നാലും വൈകിട്ട് വന്നാലും ഈ തേരി ഇവിടെ കാണും. കേറ് കേറ്. സ്റ്റാമിനൊന്നും ഇല്ല പണ്ടതാ. ഓടി ഓടി കേറ്, ഓടി ഓടി കേറ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 10 വർഷം വരാത്തതിന്റെ റീസണേ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അതാ. പക്ഷെ രക്ഷയില്ല കേട്ടോ അവിടുത്തെ വ്യൂ ഒക്കെ. എപ്പടി മടുത്ത് പയ്യനി ഇവിടെ കോട നോക്ക്. എൻ്റെ മോനെ, ഇത് വഴിയൊന്നുമില്ല കൈസ്. ഇങ്ങനത്തെ നോക്ക്, താഴെ കുഴിയാട്ടാ.
അങ്ങനെ നടന്ന് ഇങ്ങനെ പോണം. മരത്തിൽ പിടിച്ച് അവിടെയും പിടിച്ച്. മൃദുല ഒന്നും മിണ്ടുന്നില്ല ഇപ്പൊ. മടുത്തെന്നാ തോന്നുന്ന, ഒന്നും മിണ്ടുന്നില്ല. ഈ കയറ്റം തീർന്നു ഇനി അമ്പലത്തില്ല. പക്ഷെ കയറ്റമുണ്ട്. കുഞ്ഞ് വിചാരിക്കും രാവിലെ എന്തോ പതിവില്ലാത്ത ഒരു അനക്കം, ഒരു കുലുക്കം, ഒരു കുളിയും നടത്തവും. മൃദുലയ്ക്കൊന്നും ശീലമില്ലേ. ഇതിനൊരു അന്ത്യമില്ലേ. എന്തൊരു മല. കറക്റ്റ് രാവിലെ ട്രക്കിങ്. പശു ഉണ്ടായിരുന്നില്ലേ പണ്ട്, അതുകൊണ്ട് പോച്ച കണ്ട ഇപ്പോഴാ ഓർമ്മ. മൃദുലയുടെ ഓരോരോ കാര്യങ്ങൾ ഈ അമ്പലത്തിൽ തന്നെ തൊഴുകണമെന്ന് മനുഷ്യൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാമോ? കല്യാണത്തിന് മുമ്പ് നീ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ഏട്ടനെ കൂടെ കൊണ്ടുവരാം. മനസ്സിലായിരിക്കും റീസൺ എന്തോന്നു. ഒരുമാതിരി പരിപാടിയായി പോയി. മേളിൽ ചെല്ലും കഴിയുമ്പോ അടിപൊളിയാ. ഓ ആഴ്ച വരുന്നവർക്ക് ഇതൊന്നും ഒരു പാടില്ല. Guys, look at that view സുഹൃത്തുക്കളെ. എൻ്റെ മോനെ വിഷയം കേട്ടോ. നമ്മളെത്തിയില്ലേ ആണ്ടാ അമ്പലത്തിലെ പാട്ട് ആ ഒരു റെക്കോർഡ് കേൾക്കുന്നുണ്ട് കേട്ടോ മേല് പുള്ളിയില്. ഓൾമോസ്റ്റ് മുകളിലെത്തി കേട്ടോ. എത്തി ആണ്ട ഇവിടെ പാദരക്ഷകൾ ഇവിടെ വരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു എക്സസൈസാ, പൊളിയാ. മലയുടെ മുകളിൽ നമ്മുടെ ഒരു ശിവക്ഷേത്രം. അത് ഇവിടെ റെസ്റ്റ് ചെയ്യാണ് സുഹൃത്തുക്കളെ. നിൻ്റെ അമ്മയുടെ ആഗ്രഹം കേട്ടോ. ഇതൊന്നും എൻ്റെ വായി നീങ്ങുന്നേ ഒരു വാവയുടെ അമ്മയുടെ ആഗ്രഹമാണ്. ഇത്രയേ കഷ്ടപ്പെടുത്തിയത് അമ്മച്ചിയാണ്. എനിക്ക് ഇതിലൊരു പങ്കുമില്ല. എൻ്റെ കൊച്ചിനെ രാവിലെ ഉറക്കത്തിൽ ഉണർത്തിയത് ഇത്രയും നടത്തി. കൊച്ചു വിചാരിക്കായിരിക്കും ഇതെന്തോ ഭൂമി ഉലുക്കും അത്. അയ്യോ അത് ആലോചിക്കുമ്പോഴാട്ടാ ഇത്രയും തിരിച്ചിറങ്ങണം ഗൈസ്. എന്തോ കണ്ടേ ചെവിയിലൊക്കെ പറയുന്ന സംഭവം. ഞാൻ ആദ്യമായിട്ടാ അറിയാം. എനിക്കറിയത്തില്ല. എല്ലാ ശിവന്റെ അമ്പലത്തിലും നന്ദിദേവൻ ഉണ്ടെങ്കിൽ ശിവഭഗവാനോട് പറയുന്നത് നന്ദിദേവനോട് പറഞ്ഞ വഴി പറയുന്ന പറയുന്നത്. നന്ദിദേവനല്ലേ? നന്ദിദേവൻ അതായത് കാള വാഹനം, ശിവന്റെ വാഹനം. എനിക്ക് കുറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെ ചെവിയിലൊക്കെ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അവിടെ ഒരാളത്തെ ഷർട്ടൊക്കെ ഊരി പറക്കുന്ന കണക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. വ്യൂ ഒരു രക്ഷയില്ല. സൂപ്പർ വ്യൂ. പടയപ്പേ അത് അമ്പലം മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇത്ര അടിപൊളി വൈബ് അമ്പലം. സത്യം മലയുടെ മുകളിൽ വരുമ്പോൾ വേറെ ഫീൽ തന്നെ കേട്ടോ. ഇവിടെ ഒന്ന് ഹൈറ്റ് ഇത്ര ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടെ ഈ ഒരു പോയിന്റ് ഒന്ന് നിൽക്കുമ്പോഴേ നമുക്ക് ഹൈറ്റ് ഇത്ര ഫീൽ ചെയ്യുന്നത്. ഗൈസ് ഡാമല്ലേ അത്? അത് ഡാമല്ലേ? അത് ഡാമല്ലേ? നമ്മുടെ ഗൈസ് ഡാമാണ് കേട്ടോ. അത് കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. അതെ ഇത് കോട ആയോണ്ടാ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡാമൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അതോ എങ്ങനെ പോകുന്നത്. അതോ അതാണ് ഗൈസ് ഡാം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കോട കാരണം അത്ര ക്ലിയർ അല്ല സംഭവം. ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കയറി വന്ന് തൊഴുത് ഇതൊക്കെ കാണുമ്പോൾ ഒരു പൊളി ഗൈസ്. ഇത്ര കയറി വന്നതിലൊരിതുണ്ട്. ആ സൈഡും ഉണ്ട്, ചുറ്റുമുണ്ട്. ഇപ്പൊ നല്ല ചൂടായ കേട്ടാ. വന്നപ്പോ നല്ല തണുപ്പൊക്കെ ആയിരുന്നു, വെയിലായി. ഇനി ഉച്ചയ്ക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ പാറയൊക്കെ പഴുക്കും. വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ, ഇതാണ് കറക്റ്റ് ടൈം. പായസമോ? പായസത്തിന്റെ ആള് നീ അല്ലേ? നീ കഴിച്ചാൽ മതി. നീ ആള് അവിടെ നിന്ന് ഓടി ഓട്ടത്തിന് നീ കഴിച്ചാൽ മതി. അടിപൊളി പ്രസാദം കേട്ടോ. യുദ്ധം നടന്ന സമയത്തേ പാണ്ഡവന്മാർ ഇവിടെ വന്ന് ഒളിച്ചിരുന്നെന്ന് പേര്. അതാ പാണ്ഡവൻപാറ എന്ന പേര്. പാണ്ഡവന്മാർ വന്ന് ഒളിച്ചിരുന്നോണ്ട് പാണ്ഡവൻപാറ. നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ റെയിൽവേ ട്രാക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്ക്, അത് നേരെ നമ്മളിവിടെ പോകുന്നില്ലേ, തെമ്മല ചെങ്കോട്ട, തമിഴ്നാട്. മലക്കപ്പുറം തമിഴ്നാട്. പണ്ട് പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ അവൾ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. വന്നിട്ട് തന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുമായിരുന്നു. മൃദുല പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം, പീസൊക്കെ കിട്ടുന്നത് ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സമാധാനം കിട്ടുമെന്നൊക്കെ പറയായിരുന്നു. ഇവിടെ വന്നിരുന്ന് ഏട്ടനെ വിളിക്കും. ഇവിടെ വന്നിരുന്ന് എന്നെ വിളിക്കും. അവിടെ അങ്ങ് താഴെയൊക്കെ ഇറങ്ങി പോകും. പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, കൂട്ടുകാരി പിള്ളേരുണ്ടപ്പോൾ അങ്ങ് ഇറങ്ങിയൊക്കെ അങ്ങ് പോകും. അവിടെ ചെന്നിരുന്ന് വീഡിയോ എടുക്കും, ഫോൺ വിളിക്കും. വഴിയൊന്നും അല്ല കേട്ടോ പോന്നാ. മൃദുല വേറെ ഏതോ വഴിയുണ്ട്, സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോവുക. എന്തു ആവൂന്ന് എനിക്ക് അറിയാൻ വയ്യ.
അപ്പൊ അടച്ചുവിടാ. പാതി വരെ ഇറങ്ങിയിട്ട് വഴിയില്ലെങ്കിൽ എനിക്ക് കിട്ടിയാ മൃതിലേ. മനുഷ്യ ഇവിടെ നടക്കുന്ന പാടെ മനുഷ്യറിയാ. പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോ ഡേഞ്ചർ ആട്ടാ, ഓടിക്കളിക്കൊക്കെ ചെയ്യല്ലേ. ഇതാണല്ലേ നമ്മള് റോഡിൽ നിന്ന് വരുമ്പോ കാണുന്ന ഒരു കുരിശ്. തോണ്ടേ ഇത് നമുക്ക് നിന്റെ വീട്ടിലോട്ട് വരുമ്പോ നമുക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ, ഈ ഒരു കുരിശ്. ഇതെന്തോടി സംഭവം? കരിഞ്ചെള്ള, ഇത് കറുത്ത പാറയല്ല. കരിഞ്ചെള്ളാണാ? എന്റെ പള്ളി, ഇത് കരിഞ്ചെള്ളാന്ന്. ഇത് കരിഞ്ചെള്ളാന്ന്. എന്റെ പൊന്നോ, നിങ്ങൾ ഈ കാണുന്ന കരിഞ്ചെള്ള കേട്ടോ. എത്ര കരിഞ്ചെള്ള ഇത്? നീ എന്ത് പറഞ്ഞു? ഈ സമയത്ത് തന്നെ നിനക്ക് അഡ്വഞ്ചർ വേണമല്ലേ? ഇതാണ്ടാ നിന്റെ അമ്മ അവിടെ ഇരുന്ന് നിരങ്ങി അഡ്വഞ്ചർ കാണിക്കുന്നു. പാട് തൊട്ട് ഇറങ്ങിയത് പാവം. അവളൊരു അഡ്വഞ്ചർ. ഇനി അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് വഴിയായിട്ട് നമ്മൾ വന്നാ. നിങ്ങൾ എന്നെ വഴക്ക് പറയല്ലേ എവളെയും കൊണ്ട് ഇതുവഴി വന്ന എന്തിനെന്ന്. എവളാ വിളിച്ചോണ്ട് വന്നാ? എവള് പറഞ്ഞ് ഇതുവഴി സ്റ്റെപ്പ് ഉണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ടെന്നൊക്കെ. വെറുതെ വെതുക്കെ കേട്ടാ. എനിക്ക് എവള് നടക്കുന്നതാണ് ഇവിടെ ടെൻഷൻ. നിങ്ങൾക്കും ആ ടെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒന്നാമത്തെ കാര്യം ഇവിടെ കമ്പി ഉള്ളതുകൊണ്ട് ഇറങ്ങാൻ വേറെ വലിയ കുത്തു നോക്കടി. കുത്തിറക്കം കൈസ്, കുത്തിറക്കം കേട്ടോ. നോക്കിക്കോളാം. ഓരോരോ ആഗ്രഹങ്ങളെ. താഴെ ഇറങ്ങിയിട്ട് വരാം കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ നടന്ന് വെയിറ്റിംഗ് ഷെഡിൻ്റെ വന്നിരിക്കുക കേട്ടോ. വണ്ടി ഇതോ അവിടെ കിടപ്പുണ്ട്. നല്ലൊരു സ്കൂള് ഗൈസ്. നോക്ക്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് തെന്മല ഒറ്റക്കൽ വന്യസംരക്ഷണ സമിതി സമർപ്പണം. നല്ലൊരു വൈബുള്ള സ്കൂൾ കേട്ടോ. ചുറ്റും കാടും ഇല്ലേ, വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതാ ഇപ്പം പറയുന്ന നമുക്ക് സ്കൂളിൽ പഠിക്കാൻ തോന്നുന്നു, പഠിക്കുന്ന പിള്ളേർക്ക് ഇങ്ങോട്ട് തോന്നുന്നു വലുതാവണോ. എനിക്കും തോന്നുമായിരുന്നു ചെറുപ്പത്തില് വലിയ ചേച്ചിമാരൊക്കെ നടക്കുന്നുണ്ട്, അതുപോലൊക്കെ നടന്ന് കൊള്ളാം. ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. നമ്മൾ വന്ന് ഇവിടെ രണ്ടുപേർക്കും വയ്യാതാക്കിട്ട് പോവാ. കാലും കയ്യും വയ്യൊന്ന്. രാവിലെ അമ്മാതിരി മലകയറ്റം വരുന്നില്ലേ, ഏറ്റവും ഇറക്കവും കൂടെ. അതെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടച്ചിറങ്ങുന്ന റെസ്റ്റൊക്കെ ചെയ്ത് ഉറങ്ങി നമ്മൾ ഇറങ്ങാൻ പോവാട്ടോ. അപ്പോൾ ഓക്കെ, ഇറങ്ങുക. ബൈ. 7 മാസം രണ്ട് റെസ്റ്റ് എടുക്ക്, തൈലൊക്കെ ഇട് മുട്ടില്. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ. ഇങ്ങോട്ടെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ ഇച്ചിരി കടുത്ത്. നമ്മള് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ ഞാൻ മുണ്ട കുരി കളഞ്ഞ് പാലൊക്കെ എടുത്തിട്ട്. കരിയാപ്പിലയാ? നമ്മളെ വീട്ടിൽ ഇല്ലാത്തൊരു സാധനം കേട്ടോ കരിയാപ്പില. ഇവിടെ ഇഷ്ടംപോലുള്ള സാധനം കരിയാപ്പില. അയ്യോ ഗായ്സ്, മഴ. ഐശ്വര്യം വരുമ്പോഴേ മഴ വരത്തോളന്നാ. കൊണ്ടുവന്ന ഐശ്വര്യോ ആണ് മഴ. എന്തുവാണ് ചായ കൂടെ? കുഴക്കട്ട മധുര ഇടണോ? അമ്മയ്ക്ക് മാത്രം പഞ്ചാര, നമുക്കൊക്കെ പഞ്ചാര ഇട്ട് കൂത്ത് തിന്നതല്ലേ. അച്ഛനും പഞ്ചാര ഉണ്ടാച്ചാ? എനിക്ക് മാത്രം ഞാൻ വന്ന ഭയങ്കര മഴയാണ് കേസ്. ട്രിപ്പ് എങ്ങനെ പറഞ്ഞോളൂ? മറ്റേ ട്രക്കിംഗ് ആൻഡ് അഡ്വഞ്ചറസ്. ടർക്കിംഗ് അല്ലേ? ട്രക്കിംഗ് അല്ലേ? എന്നിട്ട് ടർക്കി അവിടെ പോയിട്ട് ഇവനാ എന്നെ ആരും ഒന്നും പറയല്ലേ. എവിടെ ആഗ്രഹത്തിന് കൊണ്ടുപോയാണ്. ഞാൻ ഇനി ഗർഭിണിയെ മല കയറ്റിന്നും പറഞ്ഞ് എനിക്ക് എന്നെ തെറി വിളിക്കരുത് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞതാ പോണ്ടെന്ന്. എപ്പം എപ്പോഴും ഞാൻ പറഞ്ഞത്? അവൻ മുങ്ങി നൈസായിട്ട്. അവര് രാവിലെ എണീക്കാൻ നിങ്ങള് രാവിലെ പോയോണ്ടല്ലേ എടി. പറഞ്ഞു വിട്ടാ നമ്മളത് വൈകിട്ട് പോവാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ കൊച്ചു പറഞ്ഞു നിങ്ങൾ രാവിലെ പോയി, അതാണ് അമ്പലത്തിൽ പോകുന്ന പോക്ക്. അവര് വരാതിരിക്കാൻ വേണ്ടി നൈസിനെ മുങ്ങിയാണ്. അമ്പലത്തിൽ പോണത് രാവിലെ വേണം പോവാൻ. സത്യത്തിൽ ദൈവം അപ്പോഴാണ് ഉണർന്നിരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉണർന്നിരിക്കുന്ന അപ്പോഴാ. വൈകിട്ടാകുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ വന്ന് പരാതിയൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ മൈൻഡ് ഇരിക്കത്തില്ല. രാവിലെ ചെന്ന് പറയുമ്പോൾ അതൊക്കെ മൈൻഡ് ഇരിക്കും പുള്ളിയുടെ. ഇല്ലേ, അങ്ങനെയൊക്കെ ലോജിക് ഉണ്ട്. മറ്റന്നാ രാവിലെ 6 മണിക്ക് എണീറ്റ് കുളിക്കണം. ഓ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒരുപാട് അന്ന് ഞാൻ എല്ലാം പറഞ്ഞ് മണി കെട്ടിയെന്ന്. ആരായിരുന്നു ഓഫീസ് കയറി ഇരുന്ന് കറങ്ങുന്ന? ഓഫീസ് കയറി കറങ്ങിയിരുന്നു. പണ്ട് ഓഫീസിലൊക്കെ മാനേജറൊക്കെ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹം കസേരയിരുന്ന് കുഴക്കട്ടെ തന്നെയാണ്. അങ്ങനെയെങ്കിലും ആഗ്രഹം ജോലിയില്ല. ഇപ്പൊ കറങ്ങുന്നതിന് എന്ത് കുഴപ്പം? ആർക്കും കറങ്ങാം. 3000 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ആർക്കും കറങ്ങാം. ഏച്ചാ ആഗ്രഹം നിറവേറ്റാനാണ് വാങ്ങിച്ചെടുത്തത്.
ഒരു ബാങ്ക് മാനേജറിന്റെ ഒരു ലുക്ക് ഉണ്ട്. സത്യോ ഒരു കോട്ടൊക്കെ എടുത്തിട്ട കോട്ട് കണ്ടല്ലോ ഒരു വാതുറക്കല്ലേ, വാതുറന്നാ പോയി. വാതറന്നാ പോയി. ഹായ് മാഡം. ഹായ് മാഡം. ചോദിക്കല് വായി തുറക്കില്ല. ഈ ജോലി കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് ഒപ്പിട്ട് കൊടുത്താൽ പൈസ കിട്ടുന്ന ജോലി. ഹായ് മാഡം, ഹൗ ആർ യു? എന്റെ ഒപ്പ് നല്ല ഒപ്പാ. എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി കാണുന്നവരെ ബൈ.